അപ്പം നമ്മുടെ പഴയ കുട്ടി കൃഷിയുടെ ബാക്കി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഈ ട്രേ ഞാൻ കടിച്ചു പറിച്ചതൊന്നും അല്ല, ഇത് പിഴുതെടുത്ത് ഞാൻ ആ ഒരു ഹൈബ്രിഡ് വിത്തുകളുണ്ടല്ലോ കുറ്റി ബീൻസിൻ്റെ, അത് ഞാൻ മാറ്റി നട്ടതാണേ ഈ കാണുന്നത്. ആ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഭാഗത്തില്ലാത്തത്. ഇനി നമ്മുടെ വഴുതന തൈ ഒരെണ്ണം ഇന്നാൾ വളർന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ ഒന്നാമത്തെ തൈ കിളുത്തെടുത്തുണ്ട്. പിന്നെ അതിൽ ഓൾമോസ്റ്റ് എല്ലാ തൈയും കിളുത്തു കേട്ടോ. ഒരു തൈ ഒഴിച്ച് ബാക്കി എല്ലാം കിളുത്തു. ബാക്കി കുഴിയിലെ തൈകളെല്ലാം കിളുത്തേ ഇതാ കണ്ടോ. അപ്പം അത് വളർന്നു വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇതടുത്തത് മഞ്ഞത്തക്കാളിയുടെ തൈകൾ, കുറച്ച് വിത്തുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം കിളിർത്തിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് വലിയ പ്രശ്നമൊന്നും ആ വിത്തിന് തോന്നിയില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടാൽ പ്രശ്നം തോന്നുമോന്നും എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ ബുഷ് ബീൻസിൻ്റെ തൈ. ഇത് നടണമെങ്കിൽ എനിക്ക് അച്ചാച്ചയുടെ സഹായം വേണം. കാരണം ഇതിന് പന്തലൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കൊണ്ട് ഏത് രീതിയിൽ നടണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അച്ചാച്ചയുണ്ട്. ഇതാണ് നമ്മുടെ സർപ്രൈസ് നിത്യവഴുതന തൈയായിരുന്നു കേട്ടോ. അതിങ്ങനെ ഉണ്ടായ നിപ്പുണ്ട്. അത് നമുക്കിനി മാറ്റി നടണം. ഈ ട്രേ അതിന് പറ്റുമല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അത് മാറ്റി നടണം. പിന്നെ ഞാൻ ഇന്നലെ CR നഴ്സറി, കട്ടപ്പന 20 ഏക്കറിൽ CR നഴ്സറിയിൽ പോയായിരുന്നു. അവിടെ നിന്ന് ഞാനൊരു തൈ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും ആശാ വർക്കർ ചേച്ചിയും കൂടിയാണ് പോയി വാങ്ങിച്ചത്. ഇതാണ് തൈ, പാവലിൻ്റെ തൈ, വെള്ളപ്പാവലിൻ്റെ തൈ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളപ്പാവൽ. അപ്പം അതിൻ്റെ തൈയാണ്. അത് നടണമെങ്കിലും എനിക്ക് അച്ചാച്ചയുടെ സഹായം വേണം. കാരണം ഇതിനും പന്തലൊക്കെ വേണ്ടതാണല്ലോ. ഇപ്പം വേണ്ടെങ്കിലും അത് വയ്ക്കാനൊരു കറക്റ്റ് പ്ലേസൊക്കെ വേണമല്ലോ. പിന്നെ നമ്മൾ മാറ്റി നട്ട ആ തൈ കാണിച്ചു തരാം. കുറ്റി ബീൻസിൻ്റെ തൈ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ തൈ. 2 തൈ ഞാൻ ഒരുമിച്ചാണ് നട്ടത്. ഇത് CR നഴ്സറിയിൽ നിന്ന് ഞാൻ ഇന്നലെ വാങ്ങിച്ച ഗ്രോ ബാഗാണ്, 13 രൂപേൻ്റെ ഗ്രോ ബാഗ്. അപ്പം ഞാൻ അതിൽ 2 തൈ ഞാൻ നട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ആദ്യം പറിച്ച് നട്ട തൈ കേട്ടോ. ആദ്യം നട്ട തൈ വെളിയിൽ നിൽക്കുവാണ്. അത് ഞാൻ വേറൊരു സ്ഥലത്താണ് നട്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. ബാക്ക് വശത്ത് ഇങ്ങനെ സ്ഥലമുണ്ട് കുറച്ച്. ഇതുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ പച്ചമുളകിൻ്റെ തൈ കേട്ടോ. ഈ അരിഞ്ഞ മുളകിൻ്റെ അത് ബാക്കി എടുത്ത് എറിഞ്ഞപ്പോഴെങ്ങാണ്ട് വീണപ്പോൾ ഉണ്ടായ ഒരു തൈയാണേ. പക്ഷേ എന്തായാലും ഇതിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ തൈ ആയതുകൊണ്ട് ഇഷ്ടം പോലെ മുളക് ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉണ്ടായതാണ് ഈ തൈ. ഇത് പച്ചമുളകാണെന്ന് അമ്മ പറഞ്ഞത്. പിന്നെ ഇത് കാന്താരി തൈയാണെന്ന് അമ്മ പറഞ്ഞത്. എനിക്ക് പക്ഷേ ഇങ്ങനത്തെ ഒന്നും കണ്ടാൽ മനസ്സിലാവത്തില്ല കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്തൊരാൾ നിൽപ്പുണ്ട്. ഇതാണ് റംബൂട്ടാൻ. ഇത് ഞങ്ങൾ കഴിച്ചിട്ട് എറിഞ്ഞപ്പം വീണ റംബൂട്ടാനാണ് കേട്ടോ. അപ്പം ഈ തൈ പിന്നെ അടുത്തത് ഇതാണ് ഞാൻ ആദ്യം മാറ്റി നടത്ത ആ ഹൈബ്രിഡിൻ്റെ കുറ്റി ബീൻസിൻ്റെ തൈ. ഇതിനി എങ്ങനെയാണെന്ന് അറിയില്ല. നട്ട് കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്നോട് പറയുന്നത് ഇത് പന്നിയിൽ കുത്തുന്ന സ്ഥലമായിരുന്നു, നീ അവിടെയാണോ കൊണ്ട് നട്ടതെന്ന്. വളരുമായിരിക്കും. പന്നിയിൽ തട്ടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ കല്ലൊക്കെ എടുത്ത് ചുറ്റും വെച്ചേക്കുന്നത്. പന്നിയിലേക്ക് എന്ത് കല്ലല്ലേ. അപ്പോൾ എന്തായാലും ഇത് വളരുന്നത് നമുക്ക് പതിയെ കാണാം. അപ്പം ഗുഡ് നൈറ്റ്.